നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാർക്കോഴ ആരോപണത്തിൽ രാജ്യാന്തര ഗൂഢാലോചനയെന്ന് കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. രാജ്യാന്തര മദ്യ ഏജൻസികളുടെ സമ്മർദ്ദം ഉണ്ടാകാം. ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് മദ്യനിരോധനത്തെ തടയാനാവില്ല. ബാർ ഉടമകൾ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്നും വി.എം. സുധീരൻ. കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ എംഎൽഎമാരടക്കമുള്ളവർ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. 15 പേരിൽ 14 പേർ ഹാജരായി. വിചാരണ ഡിസംബർ 6-ന്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകൾക്ക് പ്രാധാന്യം നൽകിയുള്ള പാഠ്യപദ്ധതിക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ്. പുതുതലമുറയെ മാതൃഭാഷ പഠിപ്പിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും കെ.സി. ജോസഫ്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം 2ാം നാൾ വേദികൾ ഭാവതാള ലയപൂർണ്ണം. മത്സരങ്ങൾക്ക് മികച്ച നിലവാരം. വേദികൾ ശനിയാഴ്ച ചിലങ്ക അഴിക്കും. തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ വെള്ളത്തിന്റെ ലഭ്യത വീണ്ടും നിലച്ചു. 3ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ വെള്ളമെത്തിയിട്ട് മാസങ്ങളായി. ജീവനക്കാരും പൊതുജനങ്ങളും തീരാ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. ബാർക്കോഴ ആരോപണത്തിൽ രാജ്യാന്തര ഗൂഢാലോചനയെന്ന് കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ കണ്ണൂരിൽ പറഞ്ഞു. രാജ്യാന്തര മദ്യ ഏജൻസികളുടെ സമ്മർദ്ദം ഉണ്ടാകാം. ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് മദ്യനിരോധനത്തെ തടയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അവ്യക്തതയിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. അവരുടെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരട്ടെ. അല്ല, അവർ പറയട്ടെ. ഇതിങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, പറയട്ടെ. ഒരു കാര്യത്തിൽ ഒരു സംശയം അവർക്കാർക്കും വേണ്ട. UDF സർക്കാരിനെ ദുർബലമാക്കാനോ ഏതെങ്കിലും തരത്തിൽ UDF സർക്കാർ മദ്യനയം അംഗീകരിച്ച് മുന്നോട്ട് ധീരമായ കാൽവയ്പ്പുകളുമായി മുന്നോട്ട് പോകുന്നതിനെ തടസ്സപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്മാതിരിയുള്ള നീക്കങ്ങൾ കൊണ്ടുവന്നാൽ അത് വിലപ്പോവില്ല എന്ന് കൃത്യമായി പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഇവർ മാത്രമല്ല, അന്തർദേശീയ തലത്തിലുള്ള മദ്യക്കുത്തകകളുടെ സ്വാധീനം കൂടി ഉണ്ടെന്ന് അനുമാനിക്കാവുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ഇത്തരം നീക്കങ്ങൾ കൊണ്ട് സർക്കാരിനെ ദുർബലപ്പെടുത്താനാവില്ല. ബാറുടമകൾ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്നും വി.എം. സുധീരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ബാർ വിഷയത്തിൽ യാതൊരു കാരണവശാലും UDFും സംസ്ഥാന സർക്കാരും പിന്നോട്ടില്ലെന്നും മദ്യനിരോധനമാണ് സംസ്ഥാന സർക്കാരിന്റെയും UDFന്റെയും അജണ്ടയെന്നും കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. റബ്ബർ വിലയിടിവ് മലയോരത്തെ കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇറക്കുമതി ഒഴിവാക്കിയാൽ റബ്ബറിന് ന്യായവില ലഭിക്കും. ജനപക്ഷയാത്രയ്ക്ക് ശ്രീകണ്ഠപുരത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു വി.എം. സുധീരൻ. റബ്ബർ കർഷകർ അതിഗുരുതരമായ വില തകർച്ചയെ തുടർന്ന് ചിലയിടങ്ങളിൽ ടാപ്പിംഗ് പോലും വേണ്ടെന്ന് വയ്ക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംഭരണ വില കുറച്ചുയർത്തി വീണ്ടും ഉയർത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആശ്വാസകരമായ നടപടിയാണെങ്കിലും സാമ്പത്തികമായി തകർച്ചയിൽ നിൽക്കുന്ന വില അനുദിനം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന നടപടികൾ, കൂടുതൽ കർശനമായ നടപടികൾ, കൂടുതൽ കടുത്ത തീരുമാനങ്ങൾ ഏറ്റവും പ്രധാനമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. റബ്ബർ കർഷകരോട് കെപിസിസി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ കൃഷിക്കാരോടൊപ്പം നിലകൊള്ളും എന്ന കാര്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു. കർഷകർക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കും. ദൃശ്യ പ്രിന്റ് മാധ്യമങ്ങൾ ആരു പറഞ്ഞാലും വാർത്തകൾ നൽകുന്നത് പ്രതിഷേധാർഹമാണ്. ശ്രീകണ്ഠപുരം സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് തുറന്ന വാഹനത്തിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചാനയിച്ചാണ് യാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയത്. ചടങ്ങിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ് അധ്യക്ഷത വഹിച്ചു. കെ. സുധാകരൻ, കെ. സുരേന്ദ്രൻ, പി. രാമകൃഷ്ണൻ, ബിന്ദു കൃഷ്ണ, ലതിക സുഭാഷ്, ഷാജി, രാജ്മോഹൻ ഉണ്ണിത്താൻ, കൊയ്യം ജനാർദ്ദനൻ, സോണി സെബാസ്റ്റ്യൻ, പി. ജെ. ആന്റണി,
MO മാധവൻ, KT ഗംഗാധരൻ, PP ചന്ദ്രാംഗതൻ, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, T സിദ്ദിഖ്, മുഹമ്മദ് ബ്ലാത്തൂർ, സജീവ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ MLA-മാരടക്കമുള്ളവർ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. 15 പേരിൽ 14 പേർ ഹാജരായി. കേസ് വിചാരണ ഡിസംബർ 6 നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ വധിക്കാൻ ശ്രമിച്ച കേസിൽ MLA-മാരായ C കൃഷ്ണൻ, KK നാരായണൻ എന്നിവരുൾപ്പെടെ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. 15 പേരോടാണ് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ 7 പേർ ആദ്യമേ ജാമ്യമെടുത്തിരുന്നു. വെള്ളിയാഴ്ച MLA-മാരായ C കൃഷ്ണൻ, KK നാരായണൻ, PK ശബരീഷ്, ബിനോയ് കുര്യൻ, K ജയരാജൻ തുടങ്ങിയവരാണ് ഹാജരായത്. 15 പേരിൽ 14 പേർ ഇതുവരെ കോടതിയിൽ ഹാജരായി കഴിഞ്ഞു. തളിപ്പറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ കോമത്ത് മുരളീധരൻ ഒഴിച്ചുള്ളവരാണ് ഹാജരായത്. ബിജു കണ്ടക്കൈ, OK വിനീഷ്, M കുഞ്ഞിരാമൻ, MV രാജീവൻ, TM ഇർഷാദ്, P പ്രശോഭ്, V രാജേഷ് പ്രേം, അഡ്വക്കേറ്റ് നിസാർ അഹമ്മദ് എന്നിവരും കേസിൽ പ്രതികളാണ്. എല്ലാവർക്കും കുറ്റപത്രം നൽകി. കേസ് വിചാരണ ഡിസംബർ 6 നടക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള പാഠ്യപദ്ധതിക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്. ഭരണഭാഷ, മാതൃഭാഷ, ഭരണഭാഷ വാരാചരണത്തിന്റെ സമാപന സമ്മേളനം തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സഹോദരി സഹോദരന്മാരെ, പഠന ക്ലാസുകൾ പുതിയ തലമുറ ബഹറിൽ നടത്തുന്ന നാട്ടിൽ വിട്ടുപോയ മലയാളികളുടെ ഭാഷകൾ സംസ്കൃതം തമിഴാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഭാഷ ഇന്ന് മലയാളം പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഏത് ഒരു മലയാളി ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. കാരണം 3 ഭാഷകൾ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും പദ്ധതിയുണ്ട്. ഒന്നാമത് സ്വന്തം ഭാഷ, നമ്മുടെ ഭാഷയായ മലയാളം. ഏത് സംസ്ഥാനമാണോ ആ സംസ്ഥാനത്തെ ഭാഷ. രണ്ടാമത് ദേശീയ ഭാഷയായ ഹിന്ദി. മൂന്നാമത് അന്തർദേശീയ ഭാഷയായ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠനവും ഒഴിവാക്കാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങളാരും കേരളത്തിൽ മാത്രം ജീവിക്കാൻ പോകുന്നവരല്ല. പഠനം കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടി മറ്റാവശ്യങ്ങൾക്കായി കേരളം വിട്ടുപോകുമ്പോൾ, ഇന്ത്യ വിട്ടുപോകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അറിയാതെ പോയാൽ അത് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ത്രിഭാഷാ പദ്ധതിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മാതൃഭാഷയും ദേശീയ ഭാഷയും അന്തർദേശീയ ഭാഷയും 3 ഭാഷയും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് സ്വീകരിക്കുന്നുണ്ട്. 3 വർഷത്തിനിടെ മലയാള ഭാഷയുടെ വികസനത്തിനും പുരോഗതിക്കും ഏറെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുതുതലമുറയിൽപ്പെട്ട എല്ലാവരെയും മാതൃഭാഷ പഠിപ്പിക്കുവാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. സാംസ്കാരിക വകുപ്പ്, സംസ്ഥാന പുരാരേഖാ വകുപ്പ്, കേരള നാടൻകലാ അക്കാദമി, വിവര പൊതുജന സമ്പർക്ക വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഭരണഭാഷ, മാതൃഭാഷ, ഭരണഭാഷ വാരാഘോഷം സംഘടിപ്പിച്ചത്. തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ റംല പക്കർ അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ B മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. K മുരളീധരൻ, ഹൌസത്ത്, ഡോക്ടർ ഖലീൽ ചൊവ്വ, M പ്രദീപ് കുമാർ, J രജികുമാർ, ഡോക്ടർ G പ്രേംകുമാർ, KV മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് P മഹമ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. പഴയങ്ങാടി മൊട്ടാമ്പ്രത്ത് പോലീസ് വാഹനത്തിന് മുന്നിൽ മണൽ ഇറക്കി സംഘം രക്ഷപ്പെട്ടു. പോലീസ് പിന്തുടർന്ന ടിപ്പർ ലോറി നടു റോഡിൽ മണലിറക്കി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. പുതിയങ്ങാടി മൊട്ടാമ്പ്രം ഭാഗത്ത് അനധികൃത മണൽക്കടത്ത് നടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തിയത്. പോലീസിനെ കണ്ട സംഘം പുതിയങ്ങാടി ബീച്ച് റോഡ് ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോവുകയായിരുന്നു. പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മണൽ മാഫിയ ടിപ്പർ ലോറി പെട്ടെന്ന് നിർത്തുകയും മണൽ റോഡിൽ ഇറക്കുകയുമായിരുന്നു. ജീപ്പ് നിർത്തിയ ഉടൻ പുറത്തേക്കിറങ്ങിയ പഴയങ്ങാടി പോലീസ് ഡ്രൈവർ രാമചന്ദ്രന് പരിക്കേറ്റു. അദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പഴയങ്ങാടി SI ഷിജു, ASI നാരായണൻ, രാമചന്ദ്രൻ എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പുതിയങ്ങാടി, മാട്ടൂൽ മേഖലകളിൽ മണൽക്കടത്ത് വ്യാപകമാവുകയാണ്. ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ഫലപ്രദമല്ലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. രാത്രികാലങ്ങളിൽ തീരദേശ മേഖലകളിൽ കൂടുതൽ പോലീസിനെ നിയമിക്കണമെന്നാണ് ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ,
പഴയങ്ങാടി. കേരള നഴ്സസ് മിഡ്വൈഫ് കൌൺസിൽ ഫണ്ട് സ്വാശ്രയ കോളേജിലേക്ക് വകമാറ്റുന്നത് തടയണമെന്നും കൌൺസിൽ ആക്ട് ഭേദഗതി നടപ്പിൽ വരുത്തണമെന്നും ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു. ആരോഗ്യ സർവകലാശാലയിൽ നഴ്സിംഗ് പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർഷിക സമ്മേളനം നാളെ കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ്. അതിലേക്ക് മാധ്യമരംഗത്തെ എല്ലാവരെയും ക്ഷണിക്കുവാനും ഞങ്ങളുടെ നാളെ 9 മണിക്കാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗ്രാമവികസന സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ കെ സി ജോസഫാണ് ഉദ്ഘാടനം. അതിനുശേഷം സയന്റിഫിക് സെഷനും തുടർന്ന് വിവിധ അവാർഡുകളുടെ സമ്മാനിക്കുന്ന സമാധാന ചടങ്ങുമുണ്ട്. ചൈനയെ ഏർപ്പെടുത്തിയ ബെസ്റ്റ് നേഴ്സ് അവാർഡ് ഈ ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. അതുപോലെ തന്നെ മെറിറ്റോറിയസ് സ്റ്റുഡൻസിനുള്ള അവാർഡുകളും പള്ളിക്കൽ ഫംഗ്ഷനിലാണ് നടക്കുക. സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് ഉറപ്പ് പാലിക്കണം. സർക്കാർ ആശുപത്രികളിൽ നഴ്സുമാരുടെയും സ്പെഷ്യാലിറ്റി നഴ്സുമാരുടെയും തസ്തികകൾ അനുവദിക്കണം. ആരോഗ്യമേഖലയിൽ മാസ് മീഡിയ ഓഫീസറായി MSc കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ബിരുദധാരികളെ നിയമിക്കണമെന്നും സംസ്ഥാന സെക്രട്ടറി PS സോനയും പ്രസിഡന്റ് ഡോക്ടർ റോയ് കെ ജോർജും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജില്ലയിലെ ഓട്ടോ തൊഴിലാളികൾ കണ്ണൂർ ലീഗൽ മെട്രോളജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓട്ടോ മീറ്റർ സീൽ ചെയ്യുന്നതിന് കോമ്പൌണ്ടിംഗ് ഫീ 2000 രൂപയാക്കിയ തീരുമാനം പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. N രാജീവൻ, M ലക്ഷ്മണൻ, K രാജീവൻ, വിവേക് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ചിലർക്ക് ലോകത്തെ കാണാനാകുന്നില്ല, ചിലർക്ക് കേൾക്കാനാകില്ല, കണ്ടാലും കേട്ടാലും ചിലർക്ക് ഒന്നും പറയാനുമാവില്ല. എന്നാൽ ഇതെല്ലാം കലയുടെ സോപാനത്തിൽ ഇവർ മറക്കുന്നു. കണ്ണൂരിൽ നടക്കുന്ന 17ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ 2ാം നാൾ വേദികൾ ലാസ്യ ലയഭാവപൂർണമായി. ഇവർക്ക് പരാതികളില്ല, പരിഭവങ്ങളില്ല. കലയുടെ വെളിച്ചം ഇവർക്ക് എല്ലാമാണ്. ഈ കലോത്സവം മാതൃകയാണ്. കാണാനാവാത്തവർ കാണുന്ന സുഹൃത്തിന്റെ ചുമലിൽ പിടിച്ച് ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക്. മത്സര നിലവാരം വെച്ച് നോക്കിയാൽ ഇവർ എല്ലാവർക്കും മുന്നിലാണെന്ന് കാണുന്നവർ അപ്പോൾ തന്നെ വിധിയെഴുതും. കേൾവിശക്തി കുറഞ്ഞവർ, ബധിര വിദ്യാർത്ഥികൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് മത്സരം. 84 ഇനങ്ങളിലായി 7 വേദികളിൽ 3000-ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തർക്കങ്ങളില്ലാതെ ചിട്ടയായാണ് സംഘാടകർ മത്സരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കലോത്സവത്തിന് ശനിയാഴ്ച തിരശ്ശീല വീഴും. അധ്യാപകർ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ, NSS വോളണ്ടിയർമാർ തുടങ്ങിയവരാണ് ഇവിടെ എല്ലാം ശ്രദ്ധിക്കുന്നതും നോക്കി നടത്തുന്നതും നിയന്ത്രിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഹരികാംബോജിയും തോടിയും കല്യാണിയും മായാമാളവ ഗൌളയുമെല്ലാം ഒഴുകി വന്നു. ശുദ്ധസംഗീതത്തിന്റെ അലയൊലികൾ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ 2ാം നാൾ വേദി 2-ൽ നടന്ന ശാസ്ത്രീയ സംഗീത മത്സരം മികച്ച നിലവാരമാണ് പുലർത്തിയത്.
ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മത്സരമാണ് ആദ്യം നടന്നത്. പാട്ടിന്റെ പാലാഴിയിൽ സദസ്സ് മുഴുകിയപ്പോൾ അവരുടെ മുഖത്തെ വിസ്മയം ഇവർ അകക്കണ്ണിൽ കണ്ടു. സംഗീതത്തിന്റെ സപ്തസ്വര വഴികളുടെ വെളിച്ചം. മികച്ച നിലവാരം പുലർത്തിയതായിരുന്നു മത്സരം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അറിവാണ് വെളിച്ചം, അറിവ് തന്നെ ശബ്ദവും പകരുന്നു. അറിവ് പകരുന്നവൻ ഗുരു, ഗുരുവാണ് വെളിച്ചം, ഗുരു തന്നെ കണ്ണും കാതും. കലയുടെ വെളിച്ചം പകരുന്ന യഥാർത്ഥ ഗുരുക്കന്മാരെ കാണാൻ നിങ്ങൾ ഇവിടെ വരണം. സ്പെഷ്യൽ സ്കൂൾ കലോത്സവ നൃത്തവേദിയിലേക്ക്. ചിലങ്ക കെട്ടിയ വേദിക്ക് മുന്നിൽ ഗുരു ഇരിക്കുന്നു. കേൾക്കാനാവാത്ത വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഗുരു കണ്ണും കാതുമാകുന്നു. ഗുരുവിന്റെ മുഖത്തെ നവരസങ്ങളുടെ സംഗീതം കുട്ടി മനസ്സിലറിയുന്നു. ഗുരുമുഖത്തിന്റെ ചൈതന്യം ലാസ്യ ലയപൂർണമാക്കുന്നു. അംഗചലനങ്ങൾക്ക് ഒന്നുകൂടി മിഴിവേകുന്നു. ഗുരു തന്നെ ചൈതന്യം പകരുന്നു. ഏറ്റുമാനൂർ സ്വദേശി ഭരതൻ വർഷങ്ങളായി വിഭിന്നശേഷിയുള്ള കുട്ടികളെ നാടോടി നൃത്തം പഠിപ്പിക്കുന്നു. ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന് സുകൃതം കൂടിയാണ്. ഇവരെ നമ്മൾ ശരിക്കും ഓരോ സ്റ്റെപ്പുകളുടെ എണ്ണങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു സ്റ്റെപ്പ് ഉള്ളതാണെങ്കിൽ 1, 2 2, 4 4, അങ്ങനെ എണ്ണങ്ങൾ പറഞ്ഞപ്പോൾ സ്ലോ ആണെങ്കിൽ എല്ലാം സ്ലോയിൽ നിന്നും സ്പീഡാണെങ്കിൽ ഞാൻ സ്പീഡിൽ പറഞ്ഞു കൊടുക്കണം. പിന്നെ അഭിനയത്തിന് നമ്മൾ ഓരോ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന അഭിനയങ്ങളാണ്, ഇന്നവരെ പറ്റിയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കാര്യം പറഞ്ഞു കൊടുത്ത് അതുപോലെ അഭിനയിക്കാൻ പറയും. നമുക്ക് ബുദ്ധിമുട്ടില്ല. മറ്റേ നോർമലിനേക്കാളും ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നവരെയാണ്. നോർമലിനേക്കാളും ഒത്തിരി എളുപ്പം ഇവർ ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ നോർമൽ എന്ന് പറഞ്ഞാൽ പല പല ചിന്തകൾ പോകുന്നില്ലേ. ഇതുങ്ങൾക്ക് ചിന്തകളൊന്നും ഇല്ലല്ലോ. ഇതുങ്ങൾക്ക് എപ്പോഴും പിന്നെ ഡാൻസ് എങ്ങനെയും ചെയ്യണം. അപ്പോൾ എപ്പോഴും പറയും ഞങ്ങൾക്ക് A ഫസ്റ്റ് വേണം, അതേ പറയത്തുള്ളവർ. ഞാൻ ചോദിക്കും മുട്ട വേണം, അത് A ഫസ്റ്റ് വേണം, പറയും A ഫസ്റ്റ് തന്നെ വേണമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അവരെ നല്ലപോലെ സ്പീഡപ്പ് കയറ്റി പഠിപ്പിക്കും. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് ഇവരെ പഠിപ്പിക്കുന്നത്. എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഊമപ്പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേതായാലും വർഷങ്ങളോട് 5 വർഷം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് കൂടുതലൊന്നും ചിന്തിക്കാനില്ല. അതുകൊണ്ട് തന്നെ കലയെ ഉപാസനയോടെ ഇവർ വേഗം പഠിക്കുന്നു. അവർക്ക് ഒറ്റ ആവശ്യമേ ഉള്ളൂ, ഫസ്റ്റ് കിട്ടണമെന്ന് മാത്രം. പഠനം തുടങ്ങുമ്പോഴേ ഗുരുവിൻ്റെ മുന്നിൽ ഒരു വിരലുയർത്തി അവരത് പറയുമെന്നും ഭരതൻ മാഷ് പറഞ്ഞു. അജ്ഞാനമാകുന്ന തിമിരത്തെ അകറ്റുന്നവൻ യഥാർത്ഥ ഗുരു. ആ ഗുരുവിനെ നമസ്കരിക്കുന്നു. തസ്മൈ ശ്രീ ഗുരവേ നമ.
ദിനവും ആയിരങ്ങളെത്തുന്ന തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ വെള്ളത്തിന്റെ ലഭ്യത വീണ്ടും നിലച്ചു. മൂന്നാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലും ബാത്റൂമുകളിലും വെള്ളമെത്തിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. ജീവനക്കാരും പൊതുജനങ്ങളും തീരാ ദുരിതത്തിലായിട്ടും പരിഹാരം കാണേണ്ടവർ ഉറക്കം നടിക്കുകയാണ്. തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ നിരവധി സർക്കാർ ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്. 1000-നടുത്ത് ജീവനക്കാരും 1000-ലധികം പൊതുജനങ്ങളും ദിനവും ഇവിടെ എത്തുന്നു. എന്നാൽ ആവശ്യമായ സൗകര്യങ്ങൾ ഇനിയും ഇവിടെ ഒരുക്കിയിട്ടില്ല. ഇവർക്കാവശ്യമായ ശുദ്ധജലം ഇവിടെ ലഭ്യമല്ല എന്നതാണ് പ്രധാന പ്രശ്നം. താലൂക്ക് ഓഫീസ് വളപ്പിലെ കിണർ, കുഴൽ കിണർ എന്നിവിടങ്ങളിൽ നിന്നാണ് വെള്ളം എത്തിക്കാറുള്ളത്. ഇപ്പോൾ മാസങ്ങളായി വെള്ളം നിലച്ചിട്ട്. മൂന്നാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന എക്സൈസ്, ലീഗൽ മെട്രോളജി, RTO, സോയിൽ കൺസർവേഷൻ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്നീ ഓഫീസുകളിലെ ജീവനക്കാരാണ് തീർത്തും ദുരിതത്തിലായത്. ഇവിടുത്തെ ബാത്റൂമുകൾ സാമൂഹ്യവിരുദ്ധർ തകർത്തിട്ടുമുണ്ട്. കൂടാതെ പൈപ്പ് പൊട്ടിയത് കാരണമാണ് വെള്ളവും ലഭ്യമല്ലാത്തത്. ഇത് ശരിയാക്കണമെന്ന് പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ജീവനക്കാർ പറഞ്ഞു. തളിപ്പറമ്പ് താലൂക്ക് സിവിൽ സ്റ്റേഷൻ, മിനി സിവിൽ സ്റ്റേഷൻ അതിൻ്റെ ശോചനീയാവസ്ഥ ഇപ്പോഴും പരിഹരിക്കപ്പെടുന്നു. നിരന്തരം ഇന്ത്യയിലെ ഈ പ്രശ്നം അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. പിന്നെ ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സ് ആകെ അടിച്ചു പൊട്ടി, ആര് പൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ അടിച്ചു പൊട്ടിച്ച് വീടൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ ഒട്ടേറെ സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങളിൽ. അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊണ്ടുവന്നാൽ പാത്രം കഴുകുന്നതിന് വെള്ളം കിട്ടുന്നില്ല. അതുപോലെ തന്നെ ബാത്റൂമിൽ പോയി അതിന് പിന്നെ ആ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ വെള്ളം പോലും ലഭിക്കാത്ത ഒരു 5 മാസക്കാലമായിട്ട് ഇവിടെ ഇതാണ് അവസ്ഥ. ഇത് നിരന്തരമായിട്ട് ഇവിടെ നടക്കുന്ന താലൂക്ക് സഭയിലെല്ലാം നിരന്തരം ഈ ഓഫീസ് മേധാവികൾ, ഓരോ ഓഫീസിലെ മേധാവികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാറുള്ളത്. അവർ നിരന്തരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അവിടെ പറയാറുണ്ടെങ്കിലും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇടപെടലും ഇതുവരെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടതിന് കൺട്രോളിംഗ് ഓഫീസർമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു പരാതി എൻജോയ് യൂണിയനെ സംബന്ധിച്ചുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഈ സ്ഥിതിഗതി ഇവിടെ മാത്രമാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ പൊതുജനങ്ങൾ കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്ന ഓഫീസാണ് RTO ഓഫീസ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ കൂടുതലും RTO ഓഫീസിലുള്ള പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങൾ മൂത്രം എടുക്കാൻ പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അവർക്ക് തുറന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഞങ്ങളുടെ മറ്റ് ആൾക്കാരുടെയും കടമ. ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോലും പലരും കുപ്പിവെള്ളവുമായാണ് വരാറുള്ളതും. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകണം. പൊതുജനങ്ങളും തീരാ ദുരിതത്തിലായി. താലൂക്ക് സഭയിൽ ഉൾപ്പെടെ പ്രശ്നം വകുപ്പ് മേധാവികൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ താഴത്തെ കിണറിൽ നിന്നും ബക്കറ്റിൽ വെള്ളം കോരി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒഴിവു ദിവസങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും മിനി സിവിൽ സ്റ്റേഷനിൽ ഉണ്ടത്രേ. ഇങ്ങനെ എല്ലാ തരത്തിലും മിനി സിവിൽ സ്റ്റേഷൻ ദുരിത കെട്ടിടമായി മാറുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സർക്കാർ നിയോഗിച്ചവർ തന്നെ പരാതികളുടെയും പരിഭവത്തിന്റെയും കെട്ടഴിക്കുമ്പോൾ ജനങ്ങളുടെ കാര്യം എന്താവും? ഇതൊക്കെ കണ്ടറിയേണ്ടത് തന്നെ. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കിസാൻ കണ്ണൂർ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ പങ്കാളികളായവരുടെ പേരുകൾ നറുക്കിട്ടെടുത്ത് സ്വർണ്ണ നാണയം നൽകി. കണ്ണൂരിൽ നടന്ന നറുക്കെടുപ്പ് KPCC പ്രസിഡന്റ് VM സുധീരൻ നിർവഹിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യ സമര സ്തൂപത്തിനടുത്ത് മരം നടുകയും ചെയ്തു. നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ്, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ, DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. റബ്ബർ വിലയിടിവിനെതിരെ റബ്ബർ കർഷക സംരക്ഷണ സമിതി 11-ന് റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തും. റബ്ബർ ഇറക്കുമതി സർക്കാർ നിർത്തണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ 10 ലക്ഷത്തിലധികം വരുന്ന ചെറുകിട റബ്ബർ കർഷകരും കർഷക തൊഴിലാളികളും ടാപ്പിംഗ് തൊഴിലാളികളും വ്യാപാര സമൂഹവും റബ്ബർ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന 90% റബ്ബറും കേരളത്തിൽ നിന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 150 രൂപ വില ലഭിച്ചിരുന്ന റബ്ബറിന് 100 രൂപയായി കുറഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിൽ വൻ തകർച്ച നേരിട്ട സാഹചര്യത്തിലും കൃഷിക്കാർക്ക് മറ്റ് യാതൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിലുമാണ് സമരവുമായി മുന്നോട്ടു പോകുന്നത്. കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നട്ടെല്ലായിരുന്നു റബ്ബർ കൃഷി. റബ്ബർ കൃഷി പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ, അതിൻ്റെ വില തകർന്നു കഴിഞ്ഞപ്പോൾ കൃഷിക്കാരൻ്റെ സാമ്പത്തിക നട്ടെല്ല് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പം ദുരിതക്കയത്തിൽ നീന്തുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരം പ്രതി ശരിയാണ്. കടമെടുത്തിട്ടുള്ള കടങ്ങൾ തീർക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പകൾ എല്ലാം മുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ സർക്കാരുകളുടെ നയവൈകല്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ഈ കാർഷിക രംഗം അധപ്പതിക്കാനുള്ള കാരണം എന്നാണ്
ഞങ്ങളുടെ കർഷക സമൂഹങ്ങൾ വിലയിരുത്തുന്നത്. ഇറക്കുമതി ചുങ്കം 40% വർദ്ധിപ്പിക്കുക, 200 രൂപ തറവില നിശ്ചയിച്ച് റബ്ബർ ഉൽപാദക സംഘങ്ങൾ വഴി സർക്കാർ റബ്ബർ സംഭരിക്കുക, കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും റോഡുകൾ റബ്ബറൈസ് ചെയ്ത് ആഭ്യന്തര ഉപയോഗം വർദ്ധിപ്പിച്ച് ഡിമാൻഡ് കൂട്ടാനുള്ള സാഹചര്യം ഒരുക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ എബ്രഹാം പാരികപ്പള്ളിൽ, TV ജയരാജൻ, K മുകുന്ദൻ, K രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കുടുംബശ്രീ മിഷൻ മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് അർബുദത്തിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി കലക്ടർ P ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ രതി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ്, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KO സ്വപ്ന, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EV സുഗതൻ, C ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കർഷക സംഘം കുറ്റ്യേരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലോറയിൽ ഞാറുനടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം K കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം കുറ്റ്യേരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക നവോത്ഥാനം പരിപാടിയുടെ ഭാഗമായാണ് തലോറ പാടശേഖര സമിതി, കതിർമണി കർഷകശ്രീ സ്വാശ്രയ സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തലോറ വയലിൽ ഞാറുനടിയിൽ ഉത്സവം സംഘടിപ്പിച്ചത്. CH വിജയൻ അധ്യക്ഷത വഹിച്ചു. A രാജേഷ്, VV സുരേഷ്, T പ്രകാശൻ, PV കുഞ്ഞിക്കണ്ണൻ, OV വിനോദ്, KM പ്രേമൻ, N കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രത എന്ന പ്രമേയവുമായി നവംബർ 30 കണ്ണൂരിൽ നടക്കുന്ന SKSSF കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ തളിപ്പറമ്പ് സൂര്യ ഓഡിറ്റോറിയത്തിൽ നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2015 ഫെബ്രുവരിയിൽ തൃശൂരിലെ സമർഖന്ദിൽ നടക്കുന്ന SKSSF സിൽവർ ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കീഴ്ഘടകങ്ങളായ ശാഖ, ക്ലസ്റ്റർ, മേഖലാ കമ്മിറ്റി ഭാരവാഹികളാണ് സമ്മേളന പ്രതിനിധികൾ. ഹാഫിസ് അബ്ദുൽസലാം ദാരിമി കിണവക്കലിന്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് PKP അബ്ദുൽസലാം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക മതവിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. സിൽവർ ജൂബിലിയുടെ സമാപനം 2015 ഫെബ്രുവരിയിൽ തൃശ്ശൂരിലെ സമർക്കന്ദിൽ വെച്ച് സിൽവർ ജൂബിലി ഗ്രാൻഡ് ഫിനാലെ എന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി ജില്ലാതലങ്ങളിൽ വ്യത്യസ്ത പരിപാടികൾ നടത്തുകയാണ്. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമം എന്ന രീതിയിൽ SKSSFന്റെ കണ്ണൂർ ജില്ലാ പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച 9-ാം തീയതി ഞായറാഴ്ച തളിപ്പറമ്പിലെ സൂര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. തുടർന്ന് നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രത, സംഘാടനത്തിന്റെ നീതിശാസ്ത്രം എന്നീ വിഷയങ്ങൾ അഹമ്മദ് വാഫി കക്കാട്, SP മുഹമ്മദ് അലി എന്നിവർ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മീഡിയ ഡിബേറ്റിൽ നീതിബോധത്തിന്റെ മാധ്യമമുഖം എന്ന വിഷയം ചർച്ച ചെയ്യും. തൻസീർ കാവുന്തറ വിഷയാവതരണം നടത്തും. മീഡിയ 1 ബ്യൂറോ ചീഫ് MK ഷുക്കൂർ, സുപ്രഭാതം എക്സിക്യൂട്ടീവ് എഡിറ്റർ A സജീവൻ, ഷബിൻ മുഹമ്മദ് ഇറാനി തുടങ്ങിയവർ സംസാരിക്കും. AK അബ്ദുൽ ബാഖി മോഡറേറ്ററാകും. സമാപന സംഗമം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സിദ്ദിഖ് ഫൈസി വെൺമണൽ അധ്യക്ഷത വഹിക്കും. SKSSF സിൽവർ ജൂബിലി പ്രൊജക്ടുകളും ഗ്രാൻഡ് ഫിനാലെ രൂപരേഖയും അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ ലത്തീഫ് പന്നിയൂർ, വഹീദ് ദാരിമി, ഹസൻ ദാരിമി, ഹാരിസ് വളക്കൈ, സക്കറിയ കുപ്പം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കാസർഗോഡ് CPM പ്രവർത്തകൻ മുരളിയുടെ കൊലപാതകത്തിൽ സർക്കാർ RSSന് അനുകൂലമായ നയമാണ് സ്വീകരിക്കുന്നത് എന്ന് ആരോപിച്ച് CPM ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ശ്രീകണ്ഠാപുരത്ത് പൊതുയോഗം നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ നിങ്ങൾ പറഞ്ഞ സീനിയർ നേതാവിനെതിരെ 50 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു നേതാവിനെതിരെ വന്ന തെളിയിക്കാനുള്ള ബാധ്യത നിൽക്കില്ലേ? അഗ്നിശുദ്ധി വരുത്തണ്ടേ? നിങ്ങള് അതിനൊന്നൊരു വഴിയില്ല. എന്നിട്ട് ബാറുടമകളുടെ പിന്നാലെ നടക്കുക. പറയില്ലേ എന്നിട്ട് ഇപ്പൊ പറയാണ് അങ്ങനൊന്നില്ല, ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല.
UDF ഒന്നടങ്കം മാണിക്ക് പിന്തുണ, മന്ത്രിസഭ ഒന്നടങ്കം മാണിക്ക് എന്ത് അന്വേഷണമാണോ? ഇപ്പൊ രമേശ് ചെന്നിത്തല പറയുന്നത് നിങ്ങൾ ഒന്ന് യോജിച്ച് എന്ത് വേണമെന്ന് പറയും. ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേൾക്കോ? എം വേലായുധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PV ഗോപിനാഥ്, PV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂടാളി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ദീർഘകാല സെക്രട്ടറിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന V നാരായണൻ മാസ്റ്ററുടെ 11ാം ചരമവാർഷികവും അനുസ്മരണവും കൂടാളി പൊതുജന വായനശാലയിൽ നടന്നു. ചിത്രകാരൻ പൊന്ന്യം ചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയുള്ള സമരം അതിന്റെ ഭാഗമാണ്. ഗുരുവായൂർ സന്ധ്യാസവും പ്രസിദ്ധമാണ്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ എല്ലാ മനുഷ്യർക്കും പ്രവേശിക്കണം, അതിനുവേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ ക്ഷേത്രത്തിന്റെ മുന്നിൽ സമരം ചെയ്യുന്നത് അനന്തഷാണായി തന്നെയാണ്. കീഴ്ജാതിക്കാരനല്ല. തലശ്ശേരി നഗരത്തിൽ വളരെ സമ്പന്നമായ കുലത്തിൽ പിറന്ന, തറവാട്ടിൽ പിറന്ന അനന്തഷാണായി അവിടെ യാഥാസ്ഥിതികന്മാരുടെ തല്ലേക്ക് വാങ്ങിക്കൊണ്ടാണ് തന്റെ സമരം വിജയിപ്പിച്ചത്. പക്ഷെ പുറകോട്ട് പോയില്ല, എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടും. വായനശാല പ്രസിഡന്റ് PK വേണുഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C അരവിന്ദൻ, PK ബൈജു, T പ്രഭാവതി, സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. കണ്ണൂർ AKG ആശുപത്രിയിൽ ഞായറാഴ്ച സൌജന്യ മുച്ചറി, മുറി, അണ്ണാക്ക്, മുഖവൈരൂപ്യ ചികിത്സാ ക്യാമ്പ് നടത്തും. വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം കൊടുക്കുമെന്ന് ആശുപത്രി പ്രസിഡന്റ് M പ്രകാശൻ പറഞ്ഞു. പ്ലാസ്റ്റിക്, മാക്സിലോഫേഷ്യൽ, കോസ്മെറ്റിക് സർജറി ചെലവുകൾ പലപ്പോഴും ഉയർന്ന നിരക്കിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല രോഗികളും ചില പ്രധാന ഓപ്പറേഷനുകൾ പോലും ചെയ്യാതെ നിൽക്കുന്ന സ്ഥിതി കാണാം. ക്രമേണ ചിലവേറിയ ഇത്തരം ചികിത്സകളും ഓപ്പറേഷനുകളും സൌജന്യമായി പരിശോധിക്കുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ആശുപത്രിയിൽ വെച്ച് സൌജന്യ മുച്ചരി, അണ്ണാക്ക്, മുഖവൈരൂപ്യ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. പ്ലാസ്റ്റിക്, മാക്സിലോഫേഷ്യൽ, കോസ്മെറ്റിക് സർജറി, ഇതിലിപ്പോ പ്രധാനമായിട്ടിപ്പോ നമ്മുടെ എല്ലാം മുമ്പിൽ വരുന്നിപ്പോ മുച്ചറി, അതുപോലെ മുറിയണ്ണാക്ക്, ജന്മനാ തന്നെയുള്ള ഇപ്പോൾ താടി നീണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ പല്ലും ഇതൊക്കെ മുമ്പോട്ടേക്ക് ഉള്ളത്, അങ്ങനെയൊക്കെയുള്ള ജന്മനാ തന്നെയുള്ള വൈകല്യങ്ങൾ ധാരാളം ആളുകളെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പ്രത്യേക ഒരു പരിശോധനാ ക്യാമ്പ്, രോഗനിർണയം ചെയ്യാനും തുടർ ചികിത്സ നടത്താനുള്ള ഒരു ക്യാമ്പ് അവിടെ ആശുപത്രിയിൽ നടത്താൻ വേണ്ടി കഴിയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സൗജന്യമായിട്ടുള്ള പരിശോധനയാണ് ഞങ്ങളിതിൽ ഉദ്ദേശിക്കുന്നത്. എത്ര സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ആളുകൾക്കും ചികിത്സ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അവിടെ ഇതിനാവശ്യമായിട്ടുള്ള സൗജന്യ പരിശോധന നടത്തണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്രോസ് കൺസൾട്ടേഷനുകളും സൗജന്യമായിരിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മുണ്ടേരി ലോക്കൽ സമ്മേളനത്തിന് വളണ്ടിയർ മാർച്ചോടെ സമാപനമായി. പടന്നോട്ട് മുട്ട കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനം മുണ്ടേരി മുട്ടയിൽ സമാപിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയും വളണ്ടിയർ മാർച്ചും പ്രകടനത്തിന് മാറ്റുകൂട്ടി. മുണ്ടേരി മുട്ടയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് P ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V നാരായണൻ നേതൃത്വം നൽകി. M പങ്കജാക്ഷൻ, ശബരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. വെൽഫെയർ പാർട്ടി തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ മരുന്ന് വില നിയന്ത്രണം എടുത്തുകളയണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജനകീയ വോട്ടെടുപ്പ് സംഘടിപ്പിച്ചു. തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നടന്ന വോട്ടെടുപ്പ് ജില്ലാ കമ്മിറ്റി അംഗം CK മുനവ്വിർ ഉദ്ഘാടനം ചെയ്തു. 108 മരുന്നുകളുടെ നിയന്ത്രണം പിൻവലിച്ച് നടപടി റദ്ദാക്കുക, മരുന്നുവില നിയന്ത്രണാധികാരം പുനഃസ്ഥാപിക്കുക, ഔഷധ മേഖലയിലെ കുത്തകകളെ തടയുക, പൊതുജനാരോഗ്യ മേഖല സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ജനകീയ വോട്ടെടുപ്പ് സംഘടിപ്പിച്ചത്. അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. KP മുനീർ, CT മറിയം, C അസ്രഫ്, ഷംല, ഖാലിദ് കുപ്പം, സൗദ ഹനീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മാടായി ഉപജില്ലാ കായികമേള പഴയങ്ങാടി പാളയം ഗ്രൌണ്ടിൽ സമാപിച്ചു. വിളയാങ്കോട്, കടന്നപ്പള്ളി, കുഞ്ഞിമംഗലം സ്കൂളുകൾ ചാമ്പ്യന്മാരായി. വിജയികൾക്ക് TV രാജേഷ് MLA ഉപഹാരങ്ങൾ നൽകി. 3 ദിവസങ്ങളിലായി പഴയങ്ങാടി പാളയം മൈതാനത്ത് നടന്നു വന്ന മാടായി ഉപജില്ലാ കായികമേളയിൽ 100 സ്കൂളുകളിൽ നിന്നുമായി 4000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. LP UP വിഭാഗത്തിൽ വിളയാങ്കോട് സെന്റ് മേരീസ് LP സ്കൂളും, UP വിഭാഗത്തിൽ കടന്നപ്പള്ളി സ്കൂളും, ഹൈസ്കൂൾ വിഭാഗത്തിൽ GHSS കുഞ്ഞിമംഗലവും ചാമ്പ്യന്മാരായി.
റണ്ണറപ്പായി LP വിഭാഗത്തിൽ MECA പഴയങ്ങാടിയും UP വിഭാഗത്തിൽ ഏരിയം വിദ്യാമിത്രം UP സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളും വിജയം നേടി. മാടായി AEO VM രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PP കരുണാകരൻ, AC പ്രഭാകരൻ, PT ബിനീഷ്, TP പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ ഏഷ്യൻ അത്ലറ്റിക് ഗെയിംസ് വെങ്കല ജേതാവ് എടത്തിൽ ദാമോദരനെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പാപ്പനിശ്ശേരി LP സ്കൂളിലെ കുട്ടികൾക്ക് സദ്യ കഴിച്ച് എഴുന്നേറ്റിട്ടും സന്തോഷം തീരുന്നേയില്ല. സ്കൂളിലെ കൊയ്ത്തുത്സവത്തിലെ പുത്തരി കൊണ്ടാണ് വിഭവസമൃദ്ധമായ സദ്യ ഇവർ ഒരുക്കിയത്. വിഭവസമൃദ്ധമായ സദ്യ ആസ്വദിച്ചാണ് കുട്ടികൾ ഓരോരുത്തരും കഴിച്ചത്. കുട്ടികൾ കഴിച്ച് എഴുന്നേൽക്കുന്നതുവരെ അന്വേഷണങ്ങളുമായി അധ്യാപകർ ചുറ്റും കൂടി. പുത്തരി കൊണ്ടുള്ള ചോറ്, സാമ്പാർ, അവിൽ, പച്ചടി, കൂട്ടുകറി, അങ്ങനെ വിഭവങ്ങൾ നിരവധി. ഒപ്പം പപ്പടവും പായസവും. പാപ്പനിശ്ശേരി LP സ്കൂളിലെ പുത്തരി ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് C. റീന ഉദ്ഘാടനം ചെയ്തു. രക്ഷിതാക്കളും നാട്ടുകാരും പുത്തരിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാപ്പനിശ്ശേരി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർക്കോഴ ആരോപണത്തിൽ രാജ്യാന്തര ഗൂഢാലോചനയെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. രാജ്യാന്തര മദ്യ ഏജൻസികളുടെ സമ്മർദ്ദം ഉണ്ടാകാം. ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് മദ്യനിരോധനത്തെ തടയാനാവില്ല. ബാർ ഉടമകൾ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കട്ടെയെന്നും VM സുധീരൻ. കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ MLA-മാരടക്കമുള്ളവർ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു. 15 പേരിൽ 14 പേർ ഹാജരായി. വിചാരണ ഡിസംബർ 6-ന്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകൾക്ക് പ്രാധാന്യം നൽകിയുള്ള പാഠ്യപദ്ധതിക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്. പുതുതലമുറയെ മാതൃഭാഷ പഠിപ്പിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും KC ജോസഫ്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം 2ാം നാൾ വേദികൾ ഭാവതാള ലയപൂർണ്ണം. മത്സരങ്ങൾക്ക് മികച്ച നിലവാരം. വേദികൾ ശനിയാഴ്ച ചിലങ്ക അഴിക്കും. തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ വെള്ളത്തിന്റെ ലഭ്യത വീണ്ടും നിലച്ചു. 3ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ വെള്ളമെത്തിയിട്ട് മാസങ്ങളായി. ജീവനക്കാരും പൊതുജനങ്ങളും തീരാ ദുരിതത്തിൽ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.